ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരിക്കലും ഡേഞ്ചർ ആകില്ല എന്ന് വിചാരിച്ച് കഴിക്കുന്നവരാണല്ലോ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. കാരണം നമ്മൾ നിത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളത് കുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലല്ല നമ്മളത് കഴിക്കുന്നതെങ്കിൽ ഗുണത്തിലേക്കാളേറെ വിഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഈ 4 ഭക്ഷണങ്ങള് ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങള് ചില പ്രത്യേക സാഹചര്യങ്ങളില് ഗുരുതരമായിട്ടുള്ള വിഷബാധ മുതല് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ലിവർ ഡാമേജ്, ഈവൻ മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഈ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഏത് സാഹചര്യത്തിലാണ് ഇത് കൂടുതലും ഡേഞ്ചർ ആകുന്നത്, അതുപോലെ സേഫ് ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് കഴിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു കാര്യമാണ് ഉരുളൻകിഴങ്ങ്. നമ്മുടെ വീട്ടിലും കിച്ചണിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഉരുളൻകിഴങ്ങിൽ ഒരു പച്ച നിറം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ്, ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കറിക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഒരു പച്ച നിറം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയൂ? ഉരുളൻകിഴങ്ങ് നമ്മൾ വെളിച്ചത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും. ഈ ഒരു ക്ലോറോഫിലാണ് ഉരുളൻകിഴങ്ങിന് പച്ചനിറം കൊടുക്കുന്നത്. പക്ഷെ ക്ലോറോഫിൽ ഒരു വിഷമല്ല. ഉരുളൻകിഴങ്ങ് സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൽ സൊലാനിൻ അതുപോലെ തന്നെ ചാക്കോനിൻ എന്ന് പറയുന്ന രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലൈക്കോ ആൽക്കുലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ വയറുവേദന, ഈ പറയുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുക. പക്ഷെ അതിന്റെ അളവ് കുറച്ച് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാഡികളെ വരെ എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് തലകറക്കം പോലെയുള്ള കാര്യങ്ങൾ, ബലക്ഷയം, കൺഫ്യൂഷൻ, ഈ പറയുന്ന കാര്യങ്ങളും ഉണ്ടായിന്ന് വരാം. പല റിപ്പോർട്ടുകളും വളരെ ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോ ആൽക്കുലൈറ്റ്സ് എത്തുന്ന സമയത്ത് വിഷബാധ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങളായിട്ട് പല റിപ്പോർട്ടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നമ്മൾ ഉരുളൻകിഴങ്ങില് ചെറിയൊരു ഭാഗത്തൊക്കെയാണ് പച്ചനിറം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഉരുളൻകിഴങ്ങ് യൂസ് ചെയ്യാതിരിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ചുരക്ക, ബോട്ടിൽ ഗാർഡ് എന്ന് നമ്മൾ ഇതിനെ പറയും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ. കാരണം കാലറി വളരെയധികം കുറവാണ്, വെള്ളത്തിന്റെ കണ്ടന്റ് നല്ല രീതിയിലുണ്ട്, വൈറ്റമിൻസ്, പൊട്ടാഷ്യം എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ടും നമ്മുടെ വെയിറ്റ് ലോസിനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വളരെയധികം സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ കയ്പുള്ള ചുരക്ക ഒരിക്കലും നിങ്ങൾ കഴിക്കരുത്. കാരണം കയ്പുള്ള ചുരക്കയില് ക്വിക്കർബിറ്റാസിൻ എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചുരക്കയുടെ ചെടി തന്നെ സ്വയം സംരക്ഷണത്തിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാസപദാർത്ഥം കൂടിയാണ് കേട്ടത്. പക്ഷെ ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ക്വിക്കർബിറ്റാസിൻ എത്തുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ആമാശയത്തിനെയും അതുപോലെ തന്നെ കുടലിനെയുമാണ്. ഈ കയ്പുള്ള ചുരക്കയുടെ ജ്യൂസ് കുടിച്ചിട്ടുള്ള ആളുകൾക്ക് തീവ്രമായിട്ടുള്ള വയറുവേദന, ഛർദി, രക്തം കലർന്നിട്ടുള്ള വയറിളക്കം എന്നീ പറയുന്ന ധാരാളം കണ്ടീഷൻസ് ഉണ്ടായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈവൻ ധാരാളം കേസ് സ്റ്റഡീസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കണ്ടീഷൻസിൽ ഈ ക്വിക്കർബിറ്റാസിൻ ഉണ്ടല്ലോ ചൂടാക്കിയാലും നശിച്ചു പോവാത്തൊരു കാര്യം കൂടിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ കുക്ക് ചെയ്താലും അതുപോലെ തന്നെ വേവിച്ചു കഴിഞ്ഞാലും ഇതിലുള്ള ക്വിക്കർബിറ്റാസിൻ പൂർണ്ണമായിട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറി വെക്കുന്ന സമയത്തും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മുന്നേ ചെറിയൊരു ചുരക്കയുടെ ഭാഗം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കയ്പുണ്ടോ എന്ന്. അതിന് ശേഷം മാത്രം നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, ആ കറി വെച്ചാലും അല്ലെങ്കിൽ വേവിച്ചാലും ഇത് പോകുന്നു വിചാരിച്ച് വെക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഈവൻ ജ്യൂസ് ആക്കുന്നതിന് മുന്നേ വരെ ടേസ്റ്റ് ചെയ്ത് കയ്പുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ജ്യൂസ് ആക്കി കുടിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ കേരളക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണം, കപ്പ. ഈ കപ്പ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് ശരിയായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ശരിയായിട്ട് കുക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് ഇതിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ കപ്പയുടെ ചെടിയിലുണ്ടല്ലോ അത് കപ്പ സ്വയമായിട്ട് ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ലിനാമറിൻ അതുപോലെ തന്നെ ലോട്ടനസ് ട്രാനിൻ എന്ന് പറയുന്ന രണ്ട് കെമിക്കൽസ്. അതുപോലെ ഈ കപ്പ നമ്മൾ പച്ചയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ ചതയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഹൈഡ്രജൻ സയനൈഡ് പോലെയുള്ള ചെറിയ വിഷ സ്വഭാവമുള്ള വാതകവും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കപ്പ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവിച്ച് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ വേവിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിലുള്ള ഈ ഹൈഡ്രജൻ സയനൈഡ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കെമിക്കൽസ് നന്നായിട്ട് കുറയാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ കപ്പ നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വേവിച്ച് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒഴിവാക്കാനും കൂടി നിങ്ങൾ നോക്കുക. ഇനി നാലാമത്തെയാണ് ആൽമണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും തോന്നും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന്. പൊതുവെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ സ്വീറ്റ് ആൽമണ്ട് ആണ്.
പക്ഷെ ബിറ്റർ ആൽമണ്ട്, കയ്പുള്ള ആൽമണ്ട് ആണ് കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം. ഇതില് ഈ കയ്പുള്ള ആൽമണ്ടിലുണ്ടല്ലോ അമിഗ്ഡാലിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതൊരു ഹൈഡ്രജൻ സയനൈഡ് ആയിട്ടാണ് മാറുന്നത്. ഹൈഡ്രജൻ സയനൈഡ്. സയനൈഡ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചർ ആണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഒന്നോ രണ്ടോ കഴിച്ചെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കൂടുതലായിട്ടുള്ള എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം പോലെയുള്ള കാര്യങ്ങൾ, ഛർദി, വയറിളക്കം, വയറുവേദന, ഈവൻ കൺഫ്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് തോന്നിയെന്ന് വരാം. അപ്പൊ ഇത് കാണുന്ന സമയത്തുണ്ടല്ലോ സ്വീറ്റ് ആൽമണ്ടും ബിറ്റർ ആൽമണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൽമണ്ട് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഒരു വിശ്വാസമുള്ള കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങാനായിട്ട് നോക്കുക. പക്ഷെ എത്ര തന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കയ്പ്പ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ആപ്പിളിന്റെ വിത്ത്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല ഈ ആപ്പിളിന്റെ വിത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിഗ്ഡാലിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഈ വിത്തില്. അപ്പൊ ഈ ഒരു വിത്ത് നമ്മൾ നേരിട്ട് അങ്ങനെ വിഴുങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ദഹിക്കാതെ മലത്തിലൂടെ പുറത്തു പോവുകയാണ് ചെയ്യുക. പക്ഷെ ഒരു വിത്ത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഇതില് ഒരു ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഹൈഡ്രജൻ സയനൈഡ് നമ്മുടെ കോശങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈനെ അതൊരു കുറച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഒരു വിത്ത് ചവച്ചരച്ച് കഴിച്ചെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതലായിട്ടുള്ള എമൗണ്ടിൽ പോവുകയാണെങ്കിൽ അത് കുറച്ച് ഡേഞ്ചർ ആക്കും. ഈവൻ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അറിയാതെ ഈ ആപ്പിൾ കഴിക്കുന്ന സമയത്ത് ചവച്ചരച്ച് കഴിക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ആപ്പിളിന്റെ കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്നതല്ല പ്രധാനം, സുരക്ഷിതമായിട്ട് കഴിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.